ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ തുടർമാനമായി ദൈവവചനം പഠിച്ചും ധ്യാനിച്ചും ചിന്തിച്ചും കൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ സംക്ഷിപ്തമായി അപഗ്രഥിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിന് G2R അഥവാ ജെനസിസ് ടു റെവലേഷൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ലേവ്യ പുസ്തക 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന 5-ാമത്തെ യാഗം, ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്ത 6 യാഗങ്ങളിൽ 5-ാമത്തെ യാഗം, അത് പഴയ നിയമത്തിലല്ലേ? പുതിയ നിയമത്തിൽ എന്താണ് നാം പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ പുതിയ നിയമം അടങ്ങിയിരിക്കുന്നു. പഴയ നിയമം എന്താകുന്നു എന്നും പുതിയ നിയമം വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങൾ മുഴുവൻ ദൈവപുത്രനായ ക്രിസ്തുയേശു വഹിച്ചു തീർത്തു. അതെങ്ങനെ വഹിച്ചു തീർത്തു എന്നുള്ളത് പഠിക്കണമെങ്കിൽ പഴയ നിയമം പഠിച്ചേ മതിയാകുകയുള്ളൂ. നാം രാജകീയ പുരോഹിതവർഗമായി പുതിയ നിയമത്തിൽ പരിലസിക്കുമ്പോൾ പഴയ നിയമത്തിലെ യാഗങ്ങളുടെ നിയമങ്ങൾ കൂടി എന്തായിരുന്നു എന്നൊന്ന് കേൾക്കുന്നത് നന്നാണ്. അതിൽ കരപൂർണ യാഗത്തെക്കുറിച്ച് പഠിച്ചു. ലേവ്യർ അവരുടെ പുത്രന്മാരായി ജനിക്കുന്നവർ പോലും അംഗവൈകല്യമുള്ളവരാരും വരരുത്. കുരുടർ, കണ്ണു കാണാത്തവൻ, പതിമൂക്കൻ, ശ്വസനത്തിൽ പ്രയാസമുള്ളവൻ, കാല് ഇല്ലാത്തവനായി ജനിച്ചവനല്ല, നടപടി ദോഷം കൊണ്ട് കാലൊടിഞ്ഞു പോയവൻ, വീണതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലി ഒടിച്ചതാകാം, കൂനൻ, ഉയരം കുറവുള്ളവൻ, പൂക്കണ്ണൻ, എന്തു കണ്ടാലും കുറ്റം പറയുന്നവൻ, പൊരിച്ചുണങ്ങൻ, ഒരിക്കലും എണ്ണ എത്ര ധരിച്ചാലും ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പൊള്ളിപ്പൊക്കൊണ്ടിരിക്കുന്നവൻ, മുടന്തൻ, ഒരേ രീതിയിൽ നടക്കാതെ പൊങ്ങിയും താണും നടക്കുന്നവൻ. ആത്മീയകോളത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അധികാങ്ങൻ, അഹങ്കാരവും പറയരുതാത്തത് ചില നീട്ടി പറയുകയും ഒക്കെ ചെയ്യുന്നവൻ. സൂപ്പർ ഫ്ലൗസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കൈയൊടിഞ്ഞവൻ, ആരോ തല്ലി ഒടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വീണൊടിഞ്ഞതായിരിക്കാം. ബ്രോക്കൺ ഹാൻഡഡ്, മുണ്ടൻ, ഡ്വാർഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അങ്ങനെ ഒരാളിനെ കാണാം. ചൊറിയൻ, ആരെന്തു പറയുന്നു അതിനനുസരിച്ചൊരു ഉത്തരം പറയും. ആർക്കും ചൊറിച്ചിൽ വരുന്ന വിധത്തിലേ അവൻ്റെ വായിൽ നിന്ന് വാക്കുകൾ വരികയുള്ളൂ. ഷണ്ടൻ, അടുത്ത തലമുറയെ ജനിപ്പിക്കുവാൻ കഴിയാത്തവൻ. ഇതോടെ ചേർന്ന് ലേവ്യ പുരോഹിതന്മാർ അറിഞ്ഞിരിക്കേണ്ടതും ലേവ്യ ഗോത്രമല്ലാത്ത ഏവരെയും പഠിപ്പിച്ചിരിക്കേണ്ടതുമായ പ്രമാണം. 1. ലേവ്യ ഗോത്രത്തിൻ്റെ സംഖ്യ എടുക്കരുത്. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെയാകുന്നുവെങ്കിൽ രാജകീയ പുരോഹിതവർഗത്തിൻ്റെ എണ്ണം എടുത്ത് ആരും പുകഴരുത്. ആത്മാക്കളുടെ ഉടയവൻ ദൈവമാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ എത്ര ആത്മാക്കളെ ദൈവം തന്നാലും അതിന് ദൈവത്തിന് മഹത്വം കയറ്റുകയല്ലാതെ എൻ്റെ സഭയിൽ ഇത്ര ആളുകളുണ്ട് എന്ന് പറഞ്ഞ് പുകഴരുത്. ലേവ്യരല്ലാത്തവർ കൂടാരം എടുക്കുകയോ അടുത്തു വരികയോ ചെയ്യരുത്. ചെയ്താൽ പ്രമാണം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ അല്ലാതെ സഭയുടെ ഒരു കാര്യത്തിലും ഒരു വ്യക്തിയും ഇടപെടരുത്. അത് ആത്മീയ മരണത്തിനും തലമുറകൾക്ക് ദോഷം വരുത്തുന്നതിനും കാരണമായി തീരും. 3. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം. ദൈവം നിയമിച്ചവരെ ശുശ്രൂഷ ചെയ്യുവാനായി നിയമിക്കണം. അല്ലാത്തവർ ശുശ്രൂഷ ഏൽക്കരുത്. അത് എന്തായാലും അപ്പന് വിളിയുണ്ടായി ശുശ്രൂഷ ചെയ്തു. വിളിയില്ലാത്ത മകൻ ആ അപ്പൻ്റെ ശുശ്രൂഷ ലാഭദായകമായതും സഭയുടെ പേരിൽ വാങ്ങിക്കൂട്ടിയതും കളഞ്ഞു പോകാതിരിപ്പാൻ ശുശ്രൂഷ എടുക്കരുത്. പ്രമാണം ലേവ്യ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കണം. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. കൂടാരത്തിൻ്റെ മുൻപിൽ 4-ാമത്തെ വിഷയം, മോശയും അഹരോനും പുത്രന്മാരും പാളയം ഇറങ്ങുകയും വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുകയും ചെയ്യണം. അന്യർ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 38-39 എന്ന് വെച്ചാൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക്, ഇടയ ശുശ്രൂഷയ്ക്ക്, കർത്തൃ ശുശ്രൂഷയ്ക്ക് രാജകീയ പുരോഹിതവർഗമായി വേർതിരിക്കപ്പെട്ടവർ വേറെ ഒരു കാര്യത്തിലും, റിയൽ എസ്റ്റേറ്റിനും മറ്റ് കച്ചവടങ്ങൾക്കും മറ്റു വിഷയങ്ങൾക്കും ഒന്നിനും പോകരുത്. കല്യാണാലോചനയ്ക്കും പോകരുത്. ലാഭദായകമായ മറ്റ് കാര്യങ്ങൾക്കും പോകരുത്. അതും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ. മരണം എന്നുള്ളതിന് തനാട്ടോസ് എന്ന പദമാണ്. വേർപെട്ടു പോവുക എന്നാണ് അർത്ഥം. അതും പാപകാരണമാണെന്ന് മനസ്സിലാക്കരുത്. 5. ലേവ്യരെ
സാക്ഷ്യ പ്രമാണത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരായി നിയമിക്കണം. അവർ വന്നിരിക്കുന്ന പുരോഹിതന്മാർ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഗോത്രത്തിൽപ്പെട്ട ലേവ്യർ മാത്രമായിരിക്കണം അത് വിചാരകന്മാരായി. എന്ന് പറഞ്ഞാൽ സഭയുടെ കാര്യാദികൾ നോക്കാനായി കൗൺസിലിലും മറ്റും കേൾക്കുന്ന വ്യക്തികൾ അതിനു പോലും വിളിയുണ്ടാകണം. ആരെങ്കിലും അന്യർ അടുത്തു വന്നാൽ അവർക്കും മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 50-ഉം 58-ഉം വാക്യങ്ങൾ. 6. സമാഗമന കൂടാരം പാളയത്തിൻ്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ ലേവ്യരുടെ പാളയം നടുവിലായിരിക്കണം, അതിൻ്റെ നടുവിലായിരിക്കണം സമാഗമന കൂടാരം. എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ, എല്ലാറ്റിൻ്റെയും നടുനായകത്വം വഹിക്കുന്ന അച്ചുതണ്ട് ദൈവത്തിൻ്റെ സമാഗമന കൂടാരം ആയിരിക്കണം. 7. പൗരോഹിത്യം ലേവ്യർക്ക് ദൈവം ദാനം ചെയ്തിരിക്കുന്നു. 18-ാം അധ്യായം 6-ഉം 7-ഉം. ഇത് ദൈവം ദാനമായി തന്ന ശുശ്രൂഷയാണ്, പണം കൊടുത്തു വാങ്ങിയതല്ല. ഇത് ക്രയവിക്രയം ചെയ്ത് വാങ്ങിക്കാകുന്നതും അല്ല. അങ്ങനെയാകുന്നുവെങ്കിൽ ഓർഡിനേഷൻ പണം കൊടുത്ത് വാങ്ങിക്കരുത്. ഓർഡിനേഷൻ ആരുടെയും പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി കൊടുക്കരുത്. ഓർഡിനേഷൻ എന്നുള്ളത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. ഓർഡിനേഷൻ പ്രാപിച്ച വ്യക്തികൾ പാർട്ട് ടൈം ഫുൾ ടൈം വേറെ ജോലിക്ക് പോകരുത്. അത് ലേവ്യർക്ക് ദൈവം ദാനം കൊടുത്തതാണ്. ആ ദാനം ദാനമായി കൊടുക്കണം, അല്ലാതെ കാശിന് വിൽക്കരുത് എന്നാണ് അർത്ഥം. 8. പൗരോഹിത്യം ലേവ്യർക്ക് ശാശ്വതാവകാശമത്രേ. ഒരിക്കൽ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചാൽ അത് ശാശ്വതാവകാശമായി അവർക്ക് കൊടുത്തിരിക്കുന്നു. അത് തിരികെ എടുക്കരുത്. അങ്ങനെയാകുന്നതിൽ കൊടുത്ത ഓർഡിനേഷൻ തിരിച്ചു വാങ്ങിപ്പാൻ ആർക്കാണ് അവകാശം? അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ഉം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ വക നിയമങ്ങൾ ലേവ്യർ തങ്ങളുടെ ശുശ്രൂഷാ കാലയളവിൽ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കേണ്ടതായിരുന്നു. ഇന്നത്തെ ആത്മീയഗോളത്തിൽ പറ്റിയിരിക്കുന്ന അബദ്ധം പഠനം ഇല്ല എന്നുള്ളതാണ്. പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കുവാൻ തക്കതായ വരം ലഭിച്ച ശുശ്രൂഷന്മാർ വേണമല്ലോ. 5 വിധ ശുശ്രൂഷകൾ ദൈവസഭയിൽ കൊടുത്തിരിക്കുന്നതിൽ അവസാനത്തെ ശുശ്രൂഷ പഠിപ്പിക്കുക, ഉപദേശിക്കുക എന്നുള്ളതാണ്. നേരുള്ള ഉപദേശം ലേവിയുടെ വായിലുണ്ടായിരുന്നു. നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനവും പരമാർത്ഥതയും അവർ ദൈവത്തോടുകൂടെ നടന്നു. പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. പുരോഹിതൻ യഹോവയുടെ ദൂതനാണ്. അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതല്ലയോ എന്ന് മലാക്കി പ്രവചനം 2-ന്റെ 6-ലും 7-ലും എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ അത് ഇന്നത്തെ ആത്മീയഗോളത്തിലെ ശുശ്രൂഷ വൃന്ദങ്ങൾ കേൾക്കേണ്ടതിനും അറിഞ്ഞിരിക്കേണ്ടതിനും വേണ്ടി ഒന്നുകൂടെ പറയട്ടെ. അവൻ്റെ വായിൽ നേരുള്ള ഉപദേശമാണ് ഉണ്ടായിരിക്കേണ്ടത്. നീതികേട് അവൻ്റെ അധരങ്ങളിൽ ഉണ്ടാകരുത്. സമാധാനത്തിൻ്റെ വർത്തകനാണ് അവൻ. സമാധാനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം സമാധാനമുണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. അവൻ്റെ ഹൃദയം പരമാർത്ഥമായിരിക്കണം. അതിൻ്റെ ഉള്ളിൽ പാപപ്രവർത്തികൾ ഉണ്ടാകരുത്. അവർ ദൈവത്തോടുകൂടെ നടക്കണം, അല്ലാതെ മറ്റ് വിഷയങ്ങളോടുകൂടെ നടക്കരുത്. പലരെയും അകൃത്യം വിട്ട് തിരിയിക്കുമാറാക്കണം, അല്ലാതെ അകൃത്യത്തിലേക്ക് ആരെയും വഴി നടത്തരുത്. അവൻ ആരാണ്? പുരോഹിതൻ യഹോവയുടെ ദൂതനാകയാൽ വേറെ ഒരു വ്യക്തിയുടെയും ദൂതുവാഹകന്മാരായി അവർ നടക്കരുത്. അവൻ്റെ അധരങ്ങളിൽ പരിജ്ഞാനം സൂക്ഷിക്കണം. ജ്ഞാനവും പരിജ്ഞാനവും. ജ്ഞാനം സകലതും അറിയുക എന്നും പരിജ്ഞാനം അറിഞ്ഞത് കൃത്യത്തോടുകൂടെ നിർവഹിക്കപ്പെടുകയും ചെയ്യണമെന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അറിഞ്ഞ വിഷയങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നവനും ആയിരിക്കണം. അവനോട് ചോദിച്ചു പഠിക്കണം കാര്യങ്ങൾ. അല്ലാതെ ചുമ്മാതെ വേഷം ധരിച്ചു നടക്കുന്ന വ്യക്തികളോടുകൂടെ, അബദ്ധം പഠിപ്പിക്കുന്ന വ്യക്തികളോടുകൂടെ, വചനവിരുദ്ധം പഠിപ്പിക്കുന്ന വ്യക്തികളോടുകൂടെ ഒന്നും ചോദിച്ച് നടക്കരുത്. 2 കുരുടന്മാർ, ഒരു കുരുടൻ മറ്റൊരു കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീണുപോകും എന്ന് മറന്നു പോകരുത്. ഇവയെല്ലാം കരപൂർണം ചെയ്ത് പൗരോഹിത്യ ശുശ്രൂഷ ഏൽക്കുന്ന ലേവ്യ പുരോഹിതന്മാരെ മൂപ്പന്മാരായ പുരോഹിതന്മാർ
പ്രായോഗികമായി പഠിപ്പിക്കേണ്ടിയിരുന്നു. 20 വയസ്സ് മുതൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള 20 വർഷക്കാലമാണ് പുരോഹിതന്മാർ യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നത്. ആ 50 വയസ്സിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ശുശ്രൂഷകന്മാരാണ് മൂപ്പന്മാരായ ശുശ്രൂഷകന്മാർ. അവർ പരിചയം കൊണ്ടും അവരുടെ പഴക്കം കൊണ്ടും അനുഭവം കൊണ്ടും പല കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നവരാകയാൽ പ്രായോഗികമായി അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് പുരോഹിതന്മാരെ പഠിപ്പിക്കേണ്ടത് എന്ന് മറന്നു പോകരുത്. ഇന്നത്തെ ബൈബിൾ സ്കൂളുകളിൽ പറ്റിയ അബദ്ധം, 17ാമത്തെ വയസ്സിൽ +2 പാസ്സാകുന്നു, 4 വർഷം കൊണ്ട് ഒരു BTH എടുക്കുന്നു, 2 വർഷം കൊണ്ട് ഒരു BD എടുക്കുന്നു, അടുത്ത് ഒരു 3 വർഷം കൊണ്ട് MDH എടുക്കുന്നു, പിന്നെ 4 വർഷം തുടർമാനമായി പഠിച്ചൊരു PhD എടുക്കുന്നു. അപ്പോഴത്തേക്കും അദ്ദേഹം വേദാധ്യാപകനായി. പരിചയമില്ല, പരിജ്ഞാനമില്ല, അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല, അത് മൂപ്പന്മാരിൽ നിന്ന് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള യൗവനക്കാരായ വ്യക്തികളാണ് യൗവനക്കാരായി പഠിച്ചിറങ്ങുന്നവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശലോമോൻ്റെ മകൻ ചെയ്ത ആ ദോഷപ്രവൃത്തി ഇന്നും തുടരുന്നു. മൂപ്പന്മാർ പറഞ്ഞതിനെ അനുസരിക്കാതെ യൗവനക്കാർ പറഞ്ഞത് അനുസരിച്ച് അവരെ പീഡിപ്പിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ രാജ്യം യഹൂദ രാജ്യമായും ഇസ്രായേൽ രാജ്യമായും വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധവും ആത്മീയ മൂല്യച്യുതിയുടെയും കാരണം പരിചയസമ്പന്നരായ ദൈവദാസന്മാരുടെ പഠിപ്പിക്കലിന് ദൈവവചനം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ, വേദവിദ്യാലയങ്ങൾ വഴി തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സഭകൾക്കും അതാണ് വേണ്ടത്. യൗവനക്കാരെ മതി. എന്താണ് യൗവനക്കാർ ചെയ്തു കൂട്ടുന്നത്? 55 വയസ്സുള്ള ശുശ്രൂഷകൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് 30 വയസ്സുള്ള സഭയിലെ കാര്യവാഹകന്മാരാണ്. ഇവർ ഈ ശുശ്രൂഷകനാകുവാൻ വരുന്ന വ്യക്തിയുടെ മകനാകുവാൻ പോലും പ്രായമില്ല. എന്തോ വചനവിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. എത്ര വിധത്തിലുള്ള ഇൻ്റർവ്യൂകളാണ് വെക്കുന്നത്. ആദ്യം സഭയിൽ കൊണ്ടൊന്ന് പ്രസംഗിപ്പിച്ചു നോക്കുക, പിന്നീട് തനിയെ വിളിച്ച് 3 പേർ, കമ്മിറ്റിയിലെ 3 പേർ നിന്ന് നോക്കുക, അത് കഴിഞ്ഞിട്ട് സഭയിലെ മൂപ്പന്മാരായ 4 പേരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക, ശുശ്രൂഷകനാകുവാൻ വരുന്ന വ്യക്തിയുടെ ഭാര്യയെ സഭയിലെ 3-4 സഹോദരിമാർ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. ഇതൊന്നും തിരുവചനത്തിലുള്ള വിഷയങ്ങളല്ല. ആത്മീയ ലോകത്തിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ അധപ്പതനത്തിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ ഓരോ സഭകളിലും ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. ഒരു സഭയിൽ, ഇവിടെ അമേരിക്കയിൽ ഒരു സഭയിൽ ആദ്യം ബൈലോ എഴുതിയപ്പോൾ സഭയിലെ മൂപ്പന്മാരുടെ സ്വന്തക്കാരെ ശുശ്രൂഷന്മാരാക്കരുത് എന്ന് എഴുതി വെച്ചു. എന്നാൽ പിൽക്കാലത്ത് ആ സഭയിലെ മൂപ്പന്മാരായിരിക്കുന്നവരിൽ അത്യുഗ്രനായിരിക്കുന്ന വ്യക്തിയുടെ സഹോദരന് ശുശ്രൂഷ കൊടുക്കുവാൻ ഒരു ജനറൽ ബോഡി വിളിച്ച് ഒരു അമെൻമെൻറ്റ് വരുത്തി അദ്ദേഹത്തെ, അതായത് ഈ മൂപ്പൻ്റെ കമ്മിറ്റിയിലെ മൂപ്പനായ വ്യക്തിയുടെ മൂത്ത സഹോദരനെ ശുശ്രൂഷനാക്കി 3 വർഷം, പിന്നീട് 2 വർഷം നീട്ടിക്കൊടുത്തു. അതിനുശേഷം വീണ്ടും കമ്മിറ്റി വിളിച്ചുകൂട്ടി ഒരു നിയമം പഴയ രീതിയിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ തിരുവചനത്തിലുള്ള ഉപദേശങ്ങളാണോ? ഇതിനെവിടെയാണ് വ്യവസ്ഥാപിതമായ അടിസ്ഥാനങ്ങൾ ഇരിക്കുന്നത്? ശുശ്രൂഷന്മാരെ വേർതിരിച്ചു നിർത്തുമ്പോൾ പരിചയസമ്പന്നരായ വ്യക്തികളെ കൊണ്ട് പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിച്ചാൽ മാത്രമേ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ പഠിപ്പിക്കുക, എന്നാൽ വൃദ്ധനായാലും അവൻ വിട്ടുമാറുകയില്ല എന്ന് സങ്കീർത്തനം 119 എഴുതിയിരിക്കുന്നുള്ളൂ. ഇതൊക്കെ ഇന്നത്തെ ആത്മീയ കോളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി പറയുകയാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. എന്നാൽ മലാക്കി പ്രവാചകന്റെ കാലം ആയപ്പോഴേക്കും ലേവ്യർ ദൈവിക വ്യവസ്ഥകൾ വിട്ടുമാറി പലരെയും ഉപദേശത്തിൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം ലംഘിച്ചു അഥവാ നശിപ്പിച്ചു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു. അതുകൊണ്ട് ദൈവവും അവരെ സകല ജനത്തിനും നിന്ദിതന്മാരും നീചന്മാരും ആക്കി തീർത്തു. ലേവിയുടെ കാലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അവതാരത്തിന് 350 വർഷങ്ങൾക്ക് മുൻപ്, 400 തൊട്ട് 350 വർഷങ്ങൾക്ക് മുൻപാണ്. അന്നേക്ക് ഏകദേശം 1200 സംവത്സരങ്ങൾക്ക് മുൻപ് മരുഭൂമിയിൽ വെച്ച് പ്രമാണം കൊടുത്തപ്പോഴും വാഗ്ദത്തദേശത്ത് വന്ന് ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായാധിപന്മാർ ഭരണം നടത്തിയപ്പോഴും രാജാഭരണത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലും ഇസ്രായേൽ ജനങ്ങളുടെ നടുവിലുണ്ടായിരുന്ന ഭക്തിയും ഭയവും വിശ്വാസവും വിശ്വാസത്തിൻ്റെ തീഷ്ണതയും എത്രയോ വലുതായിരുന്നു. അത് വിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൊല്ലൻ്റെ ആലയിലെ നായയെപ്പോലെ, കൊല്ലൻ്റെ ആലയിൽ ചുട്ടെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തീകുണ്ഡത്തിൽ നിന്നും ഉടമസ്ഥനാകുന്ന കൊല്ലൻ പോയി കഴിഞ്ഞാൽ വന്ന് കയറിക്കിടക്കുന്ന നായയെ പോലെ
ഇന്നേക്ക് 100 സംവത്സരങ്ങൾക്ക് മുൻപ് ആരാധന ആരംഭിച്ച ആരംഭഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്തി, ഭയം, ദൈവകൃപ, ദൈവ വ്യവസ്ഥ, വിശുദ്ധി, വേർപാട് എന്നിവ ഇന്നത്തെ കാലത്ത് മാറിപ്പോയിരിക്കുന്നു. മലാക്കിയുടെ കാലത്തെ പോലെ തന്നെ. മലാക്കിയുടെ കാലത്ത് മലാക്കി പ്രവാചകന്റെ കാലമായപ്പോഴേക്കും ലേവ്യന്മാർക്ക് കൊടുത്തിരുന്ന നിയമങ്ങൾ മുഴുവൻ അവർ കാറ്റിൽ പറത്തി. എന്തെല്ലാമായിരുന്നു അവർക്കുണ്ടായിരുന്നത്? ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരുന്നില്ല, സമാധാനവും പരമാർത്ഥതയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവർ ദൈവത്തോടുകൂടെ നടന്നു, പലരെയും അകൃത്യം വിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനവും ശുശ്രൂഷകളും നടന്നു. പുരോഹിതൻ യഹോവയുടെ ദൂതനായിരുന്നു, അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചുകൊണ്ടിരുന്നു, ഉപദേശം അവനോട് ചോദിച്ചു പഠിച്ചു. എന്നാൽ സ്തോത്രം, ആരംഭകാലത്തിൽ ലേവിയുടെ കാര്യമാണ് നാം പഠിച്ചതിൽ. മലാക്കി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം 8-ഉം 9-ഉം വാക്യങ്ങളിൽ വന്നപ്പോൾ മലാക്കി പ്രവാചകന്റെ കാലം 400 തൊട്ട് 350 വരെയുള്ള ക്രിസ്തുവിന് മുമ്പുള്ള കാലം വന്നപ്പോൾ അവൻ തന്നെ ദൈവിക വ്യവസ്ഥകൾ വിട്ടുമാറി. ഇന്നത്തെ ബൈബിൾ സ്കൂളുകളിലും സെനറ്റുകളിലും കൗൺസിലുകളിലും ജനറൽ ബോഡിയിലും നടക്കുന്നത് എന്താണ്? പലരെയും ഉപദേശത്തിൽ നിന്ന് വിട്ടുമാറുകയല്ലേ? എന്തെങ്കിലും ഒരു സഭയിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് പുതുതായി വരുന്നുണ്ടോ? ഈ ഇട്ടരച്ചത് കിടക്കുന്നത് പിന്നെയും 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 അരയ്ക്കുകയല്ലാതെ, പാരമ്പര്യ വളർച്ചയല്ലാതെ അതിൽ തന്നെ പലരും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് നടക്കുന്നു. അവർ ദൈവത്തിൻ്റെ നിയമങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവർ ദൈവസഭയെ അവരുടെ സ്വന്തം പാട്ടിൻ പ്രകാരം നടക്കേണ്ടതിനു വേണ്ടി കുത്തകയാക്കിയിരിക്കുന്നു. അങ്ങനെ അവർ ദൈവസഭയെ കച്ചവടച്ചരക്കാക്കിയിരിക്കുന്നു. പത്രോസ് എഴുതിയ ലേഖനത്തിൽ കാണുന്നത് പോലെ അങ്ങനെ അവർ ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിക്കുന്നു. അവരുടെ കമ്മിറ്റിയോടും അവരുടെ പക്ഷക്കാരോടും അവരുടെ പാനൽ മെമ്പേഴ്സിനോടും പക്ഷഭേദം കാണിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ സകല ലംഘനത്തിനും നിന്ദിതയ്ക്കും നീതന്മാരുമാക്കി തീർക്കുന്നു. കോടതികളിലല്ലേ പ്രശ്നപരിഹാരം നടത്തുവാനായി പോകുന്നത്? പെന്തക്കോസ്തുകാർ പോലും ജാതികളായ ന്യായാധിപന്മാരുടെ മുൻപിൽ പോയി വേദപുസ്തകം എടുത്ത് കള്ളം കാണിച്ചിട്ട് സത്യം സത്യം എന്ന് പറഞ്ഞ് സത്യം അസത്യമാക്കുന്ന കാലത്തിൽ നാം വന്നിരിക്കുന്നു. കരപൂർണം ചെയ്യപ്പെട്ട പുരോഹിതന്മാർ സത്യത്തിന് സാക്ഷികളായി നിൽക്കേണ്ടതിന് ഇപ്പോൾ അസത്യത്തിന് സാക്ഷികളായി നിൽക്കുന്നു. സൂക്ഷിക്കുക, ഇത് ദുഷ്കാലമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുമ്പോൾ ആരും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആരെയും പ്രകോപിപ്പിക്കുവാനല്ല, ആർക്കും ദോഷം വരുത്തുവാനല്ല. ഞങ്ങൾ ഇതിന് പ്രതികരണം പ്രതീക്ഷിക്കുന്നു, അഭിനന്ദനം ആഗ്രഹിക്കുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കേണ്ടതിനു വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം. എല്ലാ ദൈവമക്കളെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സത്യത്തിന് സാക്ഷി നിന്നുകൊണ്ട് മലാക്കി പ്രവചനത്തിൽ കണ്ടതുപോലെ ആരംഭകാലത്തിൽ കർത്താവെ ലേവിയുടെ വായിലുണ്ടായിരുന്ന എല്ലാ സത്യവും ജീവിതത്തിൽ അവൻ്റെ സമാധാനവും പലരെയും അകൃത്യത്തിലേക്ക് വിട്ടുതിരിക്കുമാറാക്കുന്ന മാതൃകാപരമായ ജീവിതമുള്ളവരാക്കി തീർത്തതുപോലെ ഞങ്ങളെയും ആക്കി തീർക്കണം. ദൈവസഭയ്ക്കൊരു മടങ്ങി വരവ് കൊടുക്കുമാറാകണമേ എന്ന് വിനീതമായി താഴ്മയോടുകൂടെ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.